സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ബാക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളില്ല. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, ഇന്ന് മഴയുടെ സ്വഭാവം ഏത് തരത്തിലായിരിക്കും? ഏതൊക്കെ ജില്ലകളിൽ ശക്തമായ രീതിയിൽ മഴ ഉണ്ടാവാനാണ് സാധ്യത? കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എങ്ങനെ സലീം? ഗുഡ് മോർണിംഗ് റേജിത്ത്, സ്മിത. ഇന്ന് സംസ്ഥാനത്തെ 5 ജില്ലകളിലാണ് നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അത് വടക്കൻ ജില്ലകളിലാണ് നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് ജില്ലകളിലേക്ക് മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് മഴ മുന്നറിയിപ്പ് നിലവിലില്ല, പക്ഷേ ചെറിയ മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ 5 ജില്ലകളിലും അടുത്ത ദിവസങ്ങളിലും വടക്കൻ ജില്ലകളിൽ മഴ കനക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതിന് നിലവിൽ ഈ പല സ്ഥലങ്ങളിലെയും മഴയ്ക്ക് കാരണമായി ഈ വടക്ക് കിഴക്കൻ കടലിന് മുകളിലുള്ള ചക്രവാത ചുഴി ഉൾപ്പെടെയുള്ള കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ കാലാവസ്ഥാ മുന്നറിയിപ്പ്. 1 മണിക്കൂർ മുൻപ് പുറത്തുവിട്ട കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം മണിക്കൂറിൽ 40 കിലോമീറ്ററിലധികം വീശിയടിക്കുന്ന കാറ്റിന് കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലെയും പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഉള്ള പ്രവേശനം ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പൊന്മുടിയിലേക്കുള്ള പ്രവേശനം ഒരറിയിപ്പ് ഉണ്ടാകുന്നവരെ നിരോധിച്ചിട്ടുണ്ട്. തീരദേശവാസികളോട് ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായതുപോലെയുള്ള അതിശക്തമായ മഴയും കാറ്റും ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകുന്നു. റീജിത്ത്, സ്മിത. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത്.